ആവർത്തിച്ചു പറയാണ്, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കല്ലേ. ഏറ്റവും കൂടുതൽ അവരെ നശിപ്പിച്ചിട്ടുള്ളത് മൊബൈൽ ഫോണാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് അത് ഉപയോഗിക്കുന്നുണ്ടവര്. അതേപോലെ തന്നെ നിങ്ങൾ മറ്റെന്തെങ്കിലും റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഉറങ്ങാനോ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ ഫോണ് മക്കളെടുത്ത് കളിക്കുന്നുണ്ട്. നോക്കണേ, ഒരു ഭാഗത്ത് നമ്മുടെ ചില ചെറുപ്പക്കാരൊക്കെ മയക്കുമരുന്നിന്റെയും MDMന്റെ ഒക്കെ അടിമകളായി മാറുമ്പോ ചെറിയ പ്രായത്തിൽ 3 വയസ്സ് 3.5 വയസ്സ് 4 വയസ്സ് തൊട്ടിട്ട് കുട്ടികൾ മൊബൈലിന്റെ അടിമകളാകുന്നു. ഇത് വല്ലാത്ത പ്രയാസമാണ്. ഇത് നിങ്ങൾക്ക് തന്നെ വലിയ വിനയായി മാറുന്നതാണ്. ഇന്ന് നോക്കണേ, പല മക്കളും മദ്രസയിൽ വന്നാൽ ആ മക്കള് 6:45 7 മണിക്കോ എത്തുന്ന മക്കള്, അധിക മക്കളും 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന മക്കളാണ്. അവരിങ്ങനെ ഡെസ്കിന്റെ മുകളിൽ തല വെച്ചുറങ്ങാറുണ്ട്. രാത്രിയിൽ അവർക്ക് ഉറക്ക കുറവാണ്. മൊബൈൽ നോക്കിയിരിക്കുന്ന മക്കളുണ്ട്. ഒരുപാട് നേരം അതിലേക്ക് നോക്കി ആ മക്കളുടെ ഭാവി ജീവിതം മൊബൈൽ കൊടുത്തിട്ട് കളയുന്ന ഒരുപാട് കുടുംബിനികളുണ്ട്. അറിയണേ, അവർ ഇന്ന് നിങ്ങൾ വേണ്ടതുപോലെ കയറിട്ട് പിടിച്ചിട്ടില്ല എങ്കിൽ കുറച്ചങ്ങ് നമ്മള് കയറിങ്ങനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിക്കണമെന്ന് തോന്നുന്ന നേരത്ത് കിട്ടുകയില്ല. നിയന്ത്രിക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് കഴിയുകയില്ല. കാസർഗോഡിന്റെ ഭാഗത്തല്ലേ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോന് വൈകുന്നേരം വീട്ടിലേക്ക് വന്ന്, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് മൊബൈൽ എടുത്ത് മുന്നിൽ വെച്ചു. ഉമ്മ പറഞ്ഞു, ഉമ്മ മൊബൈൽ എടുത്ത് മാറ്റിയിട്ട് മോനോട് പറഞ്ഞു, മോനെ ഭക്ഷണം കഴിച്ചിട്ട് നോക്കിയാ മതി എന്ന് പറഞ്ഞു. കഴിച്ചോണ്ടിരിക്കുമ്പോ നീ മൊബൈൽ നോക്കിയിട്ട് തിന്നരുതെന്ന് പറഞ്ഞു. ദേഷ്യം പിടിച്ച മോനുണ്ടല്ലോ, ആ മൊബൈല് കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിന്റെ പേരിൽ അവിടുന്ന് ഭക്ഷണപാത്രം അവിടുന്ന് തട്ടി മാറ്റിയിട്ട് ദേഷ്യത്തോടെ അവന്റെ റൂമിൽ ചെല്ലുന്നു, വാതിലടക്കുന്നു. ഉമ്മ കരുതി അവന്റെ ദേഷ്യം തീർന്നാൽ അവന് വീണ്ടും ഉമ്മാന്റെ അടുത്തേക്ക് വരുമെന്ന് കരുതി. സമയം ഒരുപാട് കഴിഞ്ഞിട്ടും അവന്റെ ഒച്ചപ്പാടോ അനക്കമോ ശബ്ദമോ കേൾക്കാതെ വന്നപ്പോ അടച്ചിട്ടിരിക്കുന്ന വാതില് തുറന്നു നോക്കുന്ന നേരത്ത് യാ അല്ലാഹ്, ഉമ്മാന്റെ ചുരിദാറിന്റെ ഷാള് കൊണ്ട് ആ ജനൽ കെട്ടിത്തൂങ്ങിയിട്ട്, റൂമിന്റെ ജനൽ കെട്ടിത്തൂങ്ങിയിട്ട് ഈ 4ാം ക്ലാസ് പഠിക്കുന്ന മോന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, പറയാൻ തുടങ്ങിയിട്ടില്ലേ മക്കള്? ഉമ്മാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് നിങ്ങളോട് പറയാറില്ലേ കുട്ടികള്? ഒന്ന് മൊബൈൽ വാങ്ങി നോക്കണേ, അവരുടെ കയ്യിലുള്ള മൊബൈൽ ഒന്ന് വാങ്ങി നോക്ക്. അവര് പറയും എനിക്ക് ഉമ്മാനെ ഇഷ്ടമല്ല എന്ന്. മൊബൈല് കൊടുത്ത് ശീലിച്ച ഉപ്പ ഒന്ന് മൊബൈൽ ഒന്ന് തരൂല എന്ന് പറഞ്ഞു നോക്കുമോ? നിങ്ങളോട് അവരെ പറയും ഇഷ്ടമില്ല എന്ന്, എന്നോട് മിണ്ടരുത് എന്ന്, എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന്, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന്, പറഞ്ഞതനുസരിക്കൂല എന്ന് വാശി പിടിക്കാൻ തുടങ്ങിയില്ലേ? മന്ത്രിച്ചിട്ട് പോലും ഇത് മാറ്റിയെടുക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ മക്കൾക്ക് മൊബൈൽ കൊടുക്കല്ല ഉമ്മ. ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കൂട്ടത്തില്. ഇവിടെ ഇതാ മൊബൈൽ ഉപയോഗിക്കുന്ന ചില ചെറുപ്പക്കാരി പെൺകുട്ടികൾ ഉണ്ടാകുമല്ലോ, മദ്രസയിലുള്ള മക്കള്, അതേപോലെ തന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന മക്കള്. മോളെ, അതിനുള്ള സ്വാതന്ത്ര്യം വീട്ടിൽ കിട്ടിയിട്ടുണ്ടെന്ന് കരുതിയിട്ട് അതുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പാടില്ല. ഇന്ന് പല ഉപ്പമാരും നിക്കാഹിന് വേണ്ടിയിട്ട് പള്ളിയിൽ മെഹ്റാബിന്റെ പരിസരത്ത് വരും. ഞങ്ങൾ കൈപിടിച്ചിട്ട് സീലുകൾ ചൊല്ലിക്കൊടുക്കും. മുഖത്ത് സന്തോഷം കാണാറില്ല. ഉപ്പാന്റെ മുഖത്ത്, പല ഉപ്പമാരുടെയും മുഖത്ത് സന്തോഷം കാണുന്നില്ല. 10, 18, 19, 20, 22 വയസ്സ് വരെ മോളെ വളർത്തിയിട്ട് ആ പൊന്നു മോൾക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് നിക്കാഹിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുമ്പോ ഒന്ന് പുതിയാപ്പളന്റെ കൈപിടിച്ചിട്ട് സീലുകൾ ചൊല്ലിക്കൊടുക്കുന്ന നേരത്ത് പോലും പിതാവിന്റെ മനസ്സിനോ മുഖത്തിനോ സന്തോഷം വരാത്തത് എന്തുകൊണ്ടാണെന്നറിയുമോ? അത് ഉപ്പ തെരഞ്ഞെടുത്ത് പിടിച്ച പുതിയാപ്പള
മാപ്പിളയല്ല, മോളെ സ്നേഹിച്ചിട്ട് 6 കൊല്ലമായി പ്രണയിച്ചു കൊണ്ട് നടന്ന ചെറുപ്പക്കാരനാണ്, അവളുടെ കാമുകനാണ്. ഓളെ വേണ്ട എന്നുള്ള രീതിയിൽ ഉപ്പ ഉപദേശിച്ചു. പക്ഷേ അവളെ കൂട്ടാക്കിയില്ല. ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞില്ലേ? അവനില്ലാതെ എനിക്ക് വേറൊരു ചെറുപ്പക്കാരനെ വേണ്ട എന്ന് ഉപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് അവളെ പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്. എന്തിനേറെ പറയണം, പ്രണയിച്ച ചെറുപ്പക്കാരനെ കാമുകനെ കിട്ടാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് അധ്വാനിച്ചിട്ട് പണം കൊടുത്തയച്ചത് മാത്രമല്ല, പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ട് ഈ ഒരു പ്രായത്തിലേക്ക് എത്തിയപ്പോ ഒരു പിതാവ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് കരയുകയാണ്, ഉസ്താദേ എന്റെ മോളെ സ്വഭാവം നന്നാകാൻ ദുആ ചെയ്യണേ. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ മോളെ സ്വഭാവത്തിനുള്ള പ്രശ്നമെന്ന്? അദ്ദേഹം പറയാണ്, ഒരുപാട് കൊല്ലമായി ഞാനിവിടെ കഷ്ടപ്പെടുകയാണ്, ചെറിയ ശമ്പളത്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത്, ആഗ്രഹിച്ച രൂപത്തിലുള്ളൊരു വീടിന്റെ പണി പോലും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഇടയിലാണ് മകൾക്ക് പ്രായപൂർത്തിയായി കല്യാണത്തിനുള്ള സമയമായത്. പഠനം കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് നല്ല ആലോചന കൊണ്ടുവന്നപ്പോ ആദ്യം വേണ്ട എന്നുള്ള രീതിയിൽ അവൾ വകഞ്ഞു മാറ്റി. അവസാനമാണ് അവൾ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാണെന്നറിഞ്ഞത്. അന്വേഷിച്ചു നോക്കുമ്പോ നമുക്ക് കുടുംബത്തിന് ചേർന്നവനല്ല. ഉസ്താദെ ഒരുപാട് ഉപദേശിച്ചു നോക്കി, വേണ്ട എന്ന് ഞാൻ വാശി പിടിച്ചപ്പോ ഒരു സമയത്ത് ആ പിതാവിനോട് മകള് പറഞ്ഞതത്രേ, ഉപ്പാ നിങ്ങള് അവനെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരുന്നില്ല എങ്കിൽ, അഥവാ തരില്ല എങ്കിൽ ഉപ്പാ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, ഞാൻ നിങ്ങൾക്കെതിരെ കോടതി കയറും. എന്ത് പറഞ്ഞിട്ടാണെന്നറിയുമോ? എന്നെ വികാരത്തോടെ തലോടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഉപ്പാന്റെ വികാരത്തോടുകൂടെ എന്നെ തൊട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, വികാരത്തിന് വേണ്ടിയിട്ട് എന്നെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉപ്പാക്കെതിരെ കേസ് കൊടുക്കാൻ പോലും ഞാൻ മടിയില്ലാത്തവളാണ്. എന്താണ് ഉസ്താദേ എന്റെ മോക്ക് പറ്റിപ്പോയത്? ദുആ ചെയ്യണേ. അവളെ മുമ്പിൽ ഉപ്പയാണെന്ന് പറഞ്ഞിട്ട് മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും എനിക്കിപ്പോ പേടിയാണ്. ഇത് പറഞ്ഞിട്ടാണ് ഒരു പിതാവ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത്. ഇതുപോലെ പല പല വീടുകളിലുമുള്ള ഉമ്മമാര് സങ്കടത്തിലാണ്. മോളെ, നിനക്ക് വേണ്ടത് കാമുകനെയല്ല, പ്രണയിക്കുന്നവനെയല്ല, അവരെക്കാളും അവരുടെ മനസ്സിനേക്കാളും അവരുടെ ജീവിതത്തിനേക്കാളും എത്രയോ വലുതാണ് ഉപ്പയും ഉമ്മയും എന്നുള്ളത്. എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ ദുനിയാവ് കാണാനും കാമുകനെ കാണാനും അവന്റെ കാതു കൊടുക്കാനും അവന്റെ മനസ്സ് കൊടുക്കാനും ഈ ഒരു ജീവിതം നിനക്കുണ്ടായത് ഉപ്പ കാരണമാണ്, ഉമ്മ കാരണമാണ്. അറിയില്ലേ മോളെ, നീ പ്രായത്തിലേക്ക് എത്തുന്നത് വരെ സന്തോഷിച്ചത് ആരാണെന്നറിയുമോ? നിന്റെ കൈ വളർന്നു വരുമ്പോ സന്തോഷിച്ചത് ഉമ്മയല്ലേ? കാലുകൾ വളർന്നു വരുമ്പോ സന്തോഷിച്ചത് ഉമ്മയല്ലേ? നീ ചിരിക്കാൻ തുടങ്ങിയപ്പോ സന്തോഷിച്ചത് ഉമ്മയല്ലേ? നീ കണ്ണുകൊണ്ട് നോക്കാൻ തുടങ്ങിയപ്പോ, ആളുകളെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോ ചിരിച്ചത് ഉമ്മയല്ലേ? കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോ ചിരിച്ചത് ഉമ്മയല്ലേ? നിന്റെ ഓരോരോ അവയവങ്ങൾ വളരേണ്ടുന്ന അവയവങ്ങളെല്ലാം ഇങ്ങനെ വളർന്നു വരുമ്പോ അതിന്റെ പേരിൽ ആസ്വദിച്ചതും സന്തോഷിച്ചതും ആദ്യം ഉമ്മയല്ല മോളെ. അറിയുമോ? നീ കാണാതെ നിനക്ക് വേണ്ടി ചിരിച്ചവളാണ് ഉമ്മ. നിന്നെ കാണുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി കരഞ്ഞവളാണ് ഉമ്മ. നിന്നെ കാണുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവളാണ് ഉമ്മ. നിന്നെ കാണുന്നതിന് മുമ്പ് അല്ലാഹുവിനോട് 11 നേരത്തെ ഉറക്കമടിച്ചുകൊണ്ട് ദുആ ചെയ്തവളാണ് ഉമ്മ. നിന്നെ കാണുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചവളാണ് ഉമ്മ. നിന്നെ കാണുന്നതിന് മുമ്പ് മോളെ, നിന്റെ പേരും വെച്ച് നിന്റെ നടത്തവും നിന്റെ ഇരുത്തവും നിന്റെ ഓട്ടവും നിന്റെ ചാട്ടവും സ്വപ്നം കണ്ട് ചിരിച്ചവളാണ് ഉമ്മ.
അങ്ങേയറ്റത്ത് വെച്ച് ഇങ്ങനെ 9 മാസത്തിലേക്ക് എത്തുന്ന നേരത്ത് പ്രാവണന്നതാ നിന്നെ പ്രസവിക്കാൻ കൊണ്ടുപോകുന്ന നേരത്ത് പോലും ആ വേദനയുടെ തീച്ചൂളയിൽ കടിയുന്ന നേരത്ത് പോലും പള്ളയിൽ കൈവച്ചും എന്ത് ചെയ്യണമെന്ന് പോലും